ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2024 ഇപ്പോൾ അടുത്ത് റിലീസായിട്ടുള്ള ഒരു അടിപൊളി കഥയാണ്. കഥയുടെ പേര് കണ്ണകി. ഈ ഒരു കഥയുടെ ചുരുക്കം എന്താണെന്ന് വെച്ചാൽ പാരന്റ്സിന്റെ ഭാഗത്തു നിന്ന്, അതുപോലെ കല്യാണം കഴിച്ച പയ്യന്റെ ഭാഗത്തു നിന്ന്, അതുപോലെ വിശ്വസിച്ചവരുടെ ഭാഗത്തു നിന്ന് ചതികള് മാത്രം നേരിട്ട് ജീവിതത്തിൽ മോശമായ തീരുമാനം എടുക്കേണ്ടി വന്ന 4 പെൺകുട്ടികളുടെ കഥയാണ്. ഈ ഒരു മൂവിയുടെ കഥയും അതുപോലെ ക്ലൈമാക്സിലെ ട്വിസ്റ്റും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വേറെ ലെവലായിരുന്നു. കഥയെക്കുറിച്ച് അധികമൊന്നും പറഞ്ഞിട്ട് നിങ്ങളുടെ ഇൻട്രസ്റ്റ് ഞാൻ കളയുന്നില്ല. പിന്നെ എൻ്റെ എല്ലാ ചങ്ക് കൂട്ടുകാരികളും നല്ല അടിപൊളി കഥകള് നിങ്ങൾക്ക് വേണ്ടി തേടി കണ്ടുപിടിക്കാൻ ഒരു മോട്ടിവേഷനായിട്ട് ആകെ ചെയ്തു തരേണ്ടത് ഈ ഒരു വീഡിയോയ്ക്ക് ഇപ്പൊ തന്നെ മറക്കാതൊന്ന് ലൈക്ക് ചെയ്യില്ലേ. കഥ ഇഷ്ടപ്പെട്ടാല് ഇതുപോലുള്ള കഥകളിൽ കാണണമെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ തുടങ്ങല്ലേ. നമ്മൾ കാണാൻ പോകുന്ന ഈ ഒരു കഥ മുഴുവനായിട്ട് നടക്കാൻ പോകുന്നത് കോയമ്പത്തൂർ എന്ന ആ ഒരു ഏരിയയിലാണ്. അവിടെ ഒരു ഗ്രാമത്തിലെ വളരെ ഭക്തിയൊക്കെയുള്ള കല എന്ന ഒരു പാവം പെൺകുട്ടിയാണ് നമ്മൾ കാണുന്നത്. അവൾക്ക് കുറച്ചു നാളായിട്ട് കല്യാണം നോക്കുന്നുണ്ട്. അതുപോലെ ഇന്നും ഒരു പയ്യൻ അവളെ കാണാൻ വരുന്നുണ്ട്. കലയുടെ ഫാമിലിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അച്ഛൻ, അമ്മ, വല്യമ്മ, അതുപോലെ ചെറിയച്ഛനും അടങ്ങുന്നതാണ്. അവളുടെ അച്ഛൻ ഒരു പാവാണ്. എന്നാൽ അമ്മ ഇടക്കിടക്ക് അവളുടെ അച്ഛന് എന്തെങ്കിലും കാര്യത്തിന് ചീത്ത പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോഴാണ് കലയുടെ അമ്മ പറയുന്നത്, നിന്നെ കാണാൻ ചെക്കൻ വന്നിട്ടുണ്ട്, വേഗം പോയിട്ട് ഒരുങ്ങിയിട്ട് വാ. അപ്പോൾ നമ്മുടെ കലയുടെ മുഖത്ത് വല്ലാതെ സന്തോഷമാവുന്നുണ്ട്. ചെക്കനോടും ഫാമിലിയോടും നമ്മുടെ കലയുടെ അച്ഛനില്ലേ നാട്ടുവിശേഷങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് കലയുടെ ചെറുപ്പത്തിലെ ഒരു ഫോട്ടോ അവർക്ക് കാണിച്ചു കൊടുത്തിട്ട്, എന്റെ മോള് കലയുടെ മാസ ചടങ്ങ് നടത്തില്ലേ ആ സമയത്ത് എടുത്ത ഫോട്ടോയാണ്. എന്നാൽ കലയുടെ അമ്മയാണെങ്കിൽ, അല്ല എന്തിനാ നിങ്ങൾ ആ ഫോട്ടോയ്ക്ക് ഇപ്പൊ കാണിക്കുന്നത്? അതിനുള്ളില് നമ്മുടെ കല ഒരുങ്ങിയിട്ട് അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ പയ്യൻ സുധിക്കും ഫാമിലിക്കും ചായ ഒക്കെ കൊടുക്കാണ്. അങ്ങനെ രണ്ടുപേരും തനിച്ച് സംസാരിക്കാൻ പോകുമ്പോൾ കല എക്സ്പെക്ട് ചെയ്തിട്ടുള്ളത് എന്തായാലും സുധി കുറെ അധികം ചോദ്യങ്ങളൊക്കെ ചോദിക്കും. എന്നാൽ സുധി ആകെ പറഞ്ഞത്, എനിക്ക് നിങ്ങളെ കണ്ടപ്പോൾ തന്നെ ഇഷ്ടമായിട്ടുണ്ട്, ഇനി നിങ്ങൾ എങ്ങനെയാണെങ്കിലും എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ നിങ്ങളെ കല്യാണം കഴിച്ചോളാം, അത്ര മാത്രം പറഞ്ഞിട്ട് സുധി അവിടെ നിന്ന് തിരിച്ചു പോവാണ്. നമ്മുടെ കലയാണെങ്കിൽ നടന്ന കാര്യം തന്റെ കസിനോട് പറഞ്ഞപ്പോ, അല്ല അവൻ വേറെ ഒന്നും ചോദിച്ചില്ല, ആകെ അത് മാത്രമേ ചോദിച്ചുള്ളൂ. ആന്ന് ഞാൻ പറഞ്ഞില്ലേ, ആഹാ എന്തോ പന്തികടുണ്ടല്ലോ, നിന്റെ ഫോണൊന്നോട്ടെ. എന്നിട്ട് സുധിക്ക് ഒരു മെസ്സേജ് അയക്കാണ്, നിങ്ങളാണ് എന്നെ ആദ്യമായിട്ട് കാണാൻ വന്ന കല്യാണ ചെക്കൻ. അപ്പോ നമ്മുടെ സുധിയില്ലേ ഒരു തഗ്ഗായിട്ട്, എന്റെ ലൈഫിൽ ഞാൻ കാണുന്ന അവസാനത്തെ പെൺകുട്ടി അത് നിങ്ങളാണ്. അത് കണ്ടപ്പോ കസിൻ തുള്ളി ചാടി പറയുന്നുണ്ട്, ഇതുപോലെ നല്ലൊരു പയ്യനെ ഇനി കലക്ക് കിട്ടും തോന്നില്ല. അവൾക്കും സുധി ഇഷ്ടമായിട്ടുണ്ട്. അപ്പോ പയ്യൻ ഡബിൾ ഓക്കെ. എന്നാൽ അന്ന് രാത്രിയിലെ സുധിയുടെ അമ്മ അച്ഛനോട് പറയുന്നുണ്ട്, ഈ കല്യാണം നടക്കില്ല. അപ്പൊ എന്താ നല്ല പയ്യനല്ലെന്ന് ചോദിക്കുമ്പോ, അവന്റെ മുത്തശ്ശനില്ലേ അയാളൊരു താഴ്ന്ന ജാതിയിലെ പെണ്ണിനെയാ കല്യാണം കഴിച്ചേ. അപ്പോ അവന്റെ രക്തത്തിലും ആ ഒരു ജാതിയില്ലേ നമ്മുടെ ജാതിയതാ. അപ്പൊ അച്ഛൻ ഇത്രയും നല്ലൊരു കുടുംബത്തെ ജാതിയുടെ പേര് പറഞ്ഞിട്ട് വേണ്ടെന്ന് വെക്കണോ? നിങ്ങൾക്ക് ആരായാലും ഒരു കുഴപ്പമില്ല. എന്നാലേ ആ ഒരു ചിന്തകള് വീട്ടിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവരണ്ട. കണ്ണ് കണ്ട ഒരു പയ്യനും എന്റെ മോളെ കെട്ടിച്ചു കൊടുക്കാൻ പറ്റില്ല. നമ്മളെ മോൾക്ക് അധികം പ്രായമൊന്നായിട്ടില്ലല്ലോ. ഇതിലും നല്ല ചെക്കൻ അവളുടെ ജീവിതത്തിലേക്ക് എന്തായാലും വരും. അത് നമ്മുടെ കലയും കേൾക്കുന്നുണ്ട്. അവൾക്ക് വല്ലാതെ സങ്കടമാണ്. അച്ഛനാണെങ്കിൽ മറുത്തൊന്നും പറയാനും പറ്റുന്നില്ല. ഫാമിലിയിലെ എല്ലാ ആളുകൾക്കും സുധിയെ വല്ലാതെ ഇഷ്ടമായിട്ടുണ്ട്. എന്നാൽ കലയുടെ അമ്മ ഒരാൾ കാരണം ആ ഒരു കല്യാണം തന്നെ മുടങ്ങിപ്പോവാണ്. അടുത്ത സീനില് നേത്ര എന്ന ഒരു പെൺകുട്ടി റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ഒരാള് ബൈക്കിൽ പാഞ്ഞു വന്ന് ഇടിക്കാൻ നോക്കുന്നുണ്ട്. ഇങ്ങനെ ആരാന്ന് വെച്ചാല് ഒരു ലോയറാണ്. ഇങ്ങരുടെ പേര് ശശികുമാർ. ഇങ്ങനെ നമുക്ക് കുമാർ എന്ന് വിളിക്കാം. കുമാർ നേത്രയോട് സോറ് ചോദിച്ച് വണ്ടി സ്റ്റാർട്ടാക്കുമ്പോ സ്റ്റാർട്ടാവുന്നില്ല. വേറെ നിവൃത്തിയില്ലാതെ ആ ഒരു വണ്ടി ഉന്തിക്കൊണ്ട് കോടതിയിലേക്ക് പോവാണ്. അപ്പോഴാണ് ആ ഒരു കോടതിയുടെ മുമ്പില് നമ്മുടെ നേത്ര നിൽക്കുന്നത് കുമാർ കാണുന്നത്. അപ്പൊ തന്നെ മനസ്സിലായിട്ടുണ്ട്, അതായത് നേത്ര ആദ്യമായിട്ടാണ് കോടതിയിലേക്ക് വന്നിട്ടുള്ളത്. ആ ഒരു പേടിയിലാണ് അവൾ നിൽക്കുന്നത്. അപ്പൊ അവളോട് ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങളുടെ ആവശ്യം എന്താ? അപ്പോഴാണ് നേത്ര തന്റെ ഡിവേഴ്സിനാണ് വന്നതെന്ന് പറയുന്നത്. അങ്ങനെ കുമാർ തന്റെ ഓഫീസിലേക്ക് നേത്രയെ കൂട്ടിക്കൊണ്ടുപോയിട്ട്, നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കണ്ട, നിങ്ങൾക്ക് എന്തായാലും ഡിവോഴ്സ് കിട്ടിയിരിക്കും. കാരണം നമ്മുടെ നിയമം അത് സ്ത്രീകൾക്ക് അനുകൂലമാണ്. നിങ്ങളൊന്ന് സ്ട്രോങ് ആയിരുന്നാൽ മതി, ബാക്കി വക്കീലായിട്ടുള്ള ഞാൻ നോക്കിക്കോളാം. ഈ ഒരു കേസ് നടക്കുന്ന സമയത്ത് വേറെ കല്യാണത്തിനെ കുറിച്ച് ആലോചിക്കണ്ട. നിങ്ങളുടെ ഹസ്ബൻഡിന്റെ ഫാമിലിയിൽ നിന്ന് നിങ്ങൾക്ക് നഷ്ടപരിഹാരമായിട്ട് ഒരു 5 ലക്ഷം ഞാൻ വാങ്ങിത്തരാം. അപ്പോൾ അതിൽ നിന്നൊരു മാന്യമായിട്ടുള്ള ഒരു ഫീസ് എനിക്ക് തന്നാൽ മതി. എന്നാൽ നേത്ര എനിക്കതിന് ഡിവോഴ്സിന് താല്പര്യമില്ല. എന്നാൽ ഹസ്ബൻഡിന്റെ ഫാമിലി കമ്പൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെതിരെയാണ് എനിക്ക് വാദിക്കേണ്ടത്. അപ്പോൾ കുമാർ പറയുന്നുണ്ട്, ആയിക്കോട്ടെ നമുക്ക് ചെയ്തളയാം. അടുത്ത സീനിലെ കണ്ണിലൊരു കെട്ട കെട്ടിയിട്ടുള്ള ഒരു പെൺകുട്ടി നമ്മൾ കാണുന്നില്ലേ. ഇവളുടെ പേരാണ് നദി. ഇവളിപ്പോ എന്തിനാ വന്നില്ലെന്ന് വെച്ചാല് ഒരു ബ്ലൈൻഡ് ഡേറ്റ് നടത്താനാണ്. അവളുടെ കൂടെ വന്നിട്ടുള്ള ആ ഒരു പയ്യന്റെ പേരാണ് അഭി. ആദ്യം രണ്ടുപേരും കണ്ണ് കെട്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻട്രൊഡ്യൂസ് ആവാണ്. രണ്ടുപേരുടെയും ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും പറയുന്നുണ്ട്. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് രണ്ടാളുകൾക്കും മാരേജിനോട് താല്പര്യമില്ല, ലിവിംഗ് ടുഗദറിനോടാണ് താല്പര്യം. അവസാനം കണ്ണിലെ കെട്ടഴിച്ച് രണ്ടുപേരുടെയും ഫേസ് അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടപ്പോ രണ്ടുപേർക്കും അന്യോന്യം ഇഷ്ടമായിട്ടുണ്ട്. അടുത്ത സീനില് നമ്മൾ കാണുന്നത് യശ്വന്ത്
വിശ്വം തന്ന ഒരു പയ്യനെയാണ് ഒരു മൂവി ഡയറക്റ്റ് ചെയ്യാനുള്ള ആഗ്രഹത്തില് ഒരു പ്രൊഡ്യൂസർ മീറ്റ് ചെയ്തിട്ട് തന്റെ ഒരു കഥ പറയുന്നുണ്ട്. കഥയുടെ ആരംഭത്തില് ഒരമ്മ അവരുടെ മകളെ പതിയെ കൂട്ടിക്കൊണ്ടുവരികയാണ്. ആ ഒരു പെൺകുട്ടിയുടെ നെഞ്ചിടിപ്പ് വല്ലാതെ കൂടുന്നുണ്ട്, അവളുടെ മുഖമൊക്കെ വേർത്തിട്ടുണ്ട്. അങ്ങനെ അവളെ നേരെ കൂട്ടിക്കൊണ്ടുവന്നിട്ട് ഒരു സ്ഥലത്തിരുത്താണ്. അത് എവിടെയാന്ന് വെച്ചാല് കല്യാണ പന്തലാണ്. വരൻ ആ ഒരു പെൺകുട്ടിക്ക് താലി കെട്ടാൻ വരുമ്പോ ശുഭമെന്ന് എഴുതി കാണിക്കുകയാണ്. അപ്പൊ പ്രൊഡ്യൂസർ അല്ല, കഥ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കഥ അവസാനിച്ചോ? അപ്പോ യശ് പറയുന്നുണ്ട്, സാധാരണ സിനിമകളിലെ കഥ അവസാനിക്കുമ്പോഴല്ലേ ശുഭം ഇടാറ്, എന്നാൽ എന്റെ കഥയുടെ പേര് തന്നെ ശുഭം എന്നാണ്. കാരണം ശുഭത്തിന് ശേഷമല്ലേ പിന്നീട് യഥാർത്ഥ ജീവിതം, ഓരോ ഭാര്യയും ഭർത്താവും കാത്തിരിക്കുന്നത്. അതുകൊണ്ട് ഓരോ കുടുംബത്തിലെയും സങ്കടം, വിഷമം, അവരുടെ ആഗ്രഹങ്ങള്, ആ ഒരു ലൈഫാണ് ഞാൻ കഥയാക്കാൻ പോകുന്നത്. അപ്പൊ പ്രൊഡ്യൂസർ, അങ്ങനെയാണെങ്കിൽ നീ ജനിച്ച തീയതി അതുപോലെ നിന്റെ ജാതകം രണ്ടും എന്റെ അസിസ്റ്റന്റിന്റെ കയ്യിൽ കൊടുത്തിട്ട് പോയിക്കോ, ഞാനൊന്ന് ചെക്ക് ചെയ്തിട്ട് നിന്നെ വിളിക്കാം. അടുത്ത സീനില് യശിന് ഒരു കോള് വരുന്നുണ്ട്. നോക്കുമ്പോ അത് ഗീത എന്ന ഒരു പെൺകുട്ടിയുടേതാണ്. അവളെ ടെൻഷനിൽ പറയുന്നുണ്ട്, ഞാൻ ഗർഭിണിയാണ്, എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. അപ്പൊ യശ്, നീ ടെൻഷൻ അടിക്കണ്ട, ഞാൻ നിന്നെ കാണാന് വേഗം തന്നെ വരികയാണ്. അടുത്ത സീനില് ഗീത എന്തോ ആലോചിച്ചുകൊണ്ട് എവിടെയോ കിടക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അതേപോലെ നമ്മുടെ യശ് നേരെ തന്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ പോയിട്ട് അവനോട് എങ്ങനെയാണ് കുട്ടിയെ അബോട്ട് ചെയ്യുക അതിനെക്കുറിച്ച് ഹെൽപ്പ് ചോദിക്കുന്നുണ്ട്. അപ്പോ ഫ്രണ്ട്സ് ചോദിക്കുന്നുണ്ട്, സാധാരണ ഒരുത്തൻ അവന്റെ ലവറെ ചേർത്ത് വെക്കാന് സെറ്റാക്കി കൊടുക്കാനൊക്കെയാണ് ഹെൽപ്പ് ചോദിക്കാറ്, നീ ഡയറക്റ്റ് വന്നിട്ട് കുട്ടിയെ ഒഴിവാക്കുന്ന കാര്യമാണല്ലോ ചോദിക്കുന്നത്, നീ ആള് കൊള്ളാട്ടാ, എന്തായാലും ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാം. അടുത്ത സീനില് നമ്മൾ കാണുന്നത് നദിയുടെ കഥയാണ്. നദിക്കും അതുപോലെ അബയ്ക്കും കല്യാണം എന്ന് പറഞ്ഞാല് തീരെ പറ്റില്ലല്ലോ. കല്യാണം അതൊരു നരക തുല്യമായിട്ടുള്ള ജീവിതമാണെന്നാണ് നദിയുടെ വാദം. അവളുടെ കാഴ്ചപ്പാട് അവള് പറയാണ്. അതായത് ഇപ്പോൾ ഒരു ചെടി വളർത്തിയിട്ട് അതിൽ പൂ പൂക്കാണ്. ആ ഒരു പൂവ് ആ ഒരു ചെടിയിൽ തന്നെ നമ്മൾ കണ്ട് ആസ്വദിക്കുകയാണെങ്കിൽ അതിന് കുറേയധികം ആയുസ് ഉണ്ടാവും. എന്നാൽ ഇപ്പോൾ പെട്ടെന്ന് ആ ഒരു പൂവ് പറിച്ച് എൻ്റെ തലയിൽ വെക്കണം, അതെന്റെ സൗന്ദര്യം എന്നെന്നും ആസ്വദിക്കണം എന്നൊക്കെ ഒരാൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് മാരേജ് എന്ന് പറയാം. എന്നാൽ ആ ഒരു പൂവ് ഒരു ദിവസം കൊണ്ട് തന്നെ വാടിപ്പോവും. നമുക്കൊന്നൊക്കെ പറയില്ലേ. എന്നിട്ട് അവർ രണ്ടുപേരും ഒരു തീരുമാനം എടുക്കാണ്, ഇനി മുതൽ ലിവിങ് ടുഗദറായിട്ട് ജീവിക്കാം. അടുത്ത സീനിൽ നമ്മൾ വീണ്ടും കാണുന്നത് കലയുടെ ഫ്ലാഷ് ബാക്ക് ആണ്. ആദ്യം കാണാൻ വന്ന ചെക്കനെ കലയുടെ അമ്മ ജാതി പറഞ്ഞിട്ട് ഒഴിവാക്കി വിട്ടില്ലേ. അങ്ങനെ വീണ്ടും അവളെ ഓരോ ചെക്കന്മാരെ കാണാൻ വരികയാണ്. എന്നാൽ കലക്ക് ചെക്കന് ഇഷ്ടമായാല് ചെക്കന് കല ഇഷ്ടാവില്ല, ഇനി ചെക്കന് കല ഇഷ്ടായാല് കലക്ക് ചെക്കൻ ഇഷ്ടാവില്ല. ഇനിയിപ്പോ രണ്ടുപേർക്ക് ഇഷ്ടമായിട്ട് ഇനിയിപ്പോ കല്യാണം നടത്താന്ന് കരുതിയാലോ, അപ്പോ കലയുടെ അമ്മക്ക് ഇഷ്ടാവില്ല. അവസാനം ഒരു സിനിമാക്കാരനായിട്ടുള്ള സിനിമയിൽ പാട്ടൊക്കെ എഴുതുന്ന ഒരാള് കലയെ കാണാൻ വരികയാണ്. കലക്കും അയാൾക്ക് ഇഷ്ടമായിട്ടുണ്ട്. ഏകദേശം കല്യാണം നടക്കുന്ന കരുതുമ്പോ അവസാനം അമ്മ പറയുന്നത്, അവന് സിനിമയായിട്ടുള്ള ബന്ധമല്ലേ, കുറേയധികം പെൺകുട്ടികളായിട്ട് അവന് ബന്ധമുണ്ടാവും, അതുകൊണ്ട് അവന്റെ സ്വഭാവം വിശ്വസിക്കാൻ പറ്റില്ല, അവനുമായിട്ടുള്ള കല്യാണം നമുക്ക് വേണ്ട. അങ്ങനെ ആ ഒരു കല്യാണവും ആ അമ്മ ക്യാൻസൽ ചെയ്യാണ്. അതേ സമയത്ത് മറ്റൊരു ഭാഗത്ത് നദിയും അതുപോലെ അബിയും കൂടി ഒരു പുതിയ വീടെടുത്തിട്ട് അവര് ഹാപ്പി ആയിട്ട് അവരുടെ ലൈഫ് സ്റ്റാർട്ട് ചെയ്യാണ്. അതേ സമയത്ത് മറ്റൊരു ഭാഗത്ത് നമ്മുടെ നേത്രയില്ലേ, അവളാണെങ്കിൽ ഡിവേഴ്സ് കൊടുക്കാതെ ആ ഒരു കേസ് നീട്ടിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വക്കീല് സുധിക്ക് ഓരോ പ്രാവശ്യം കുറച്ച് പൈസ അവൾ എങ്ങനെയൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. അതേ സമയത്ത് മറ്റൊരു ഭാഗത്ത് നമ്മുടെ ഗീതയിലെ അവളിപ്പോ ഒറ്റയ്ക്കാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അവളുടെ ഉള്ളിലെ ആ ഒരു കുഞ്ഞിലെ ആ ഒരു കുഞ്ഞിനെ എങ്ങനെയെങ്കിലും അവൾക്ക് ഒഴിവാക്കണമെന്നുള്ള ആ ഒരു ഒറ്റ ചിന്തയാണ്. അതെങ്ങനെയാണ് നടത്തുക അതിന്റെ ആലോചനയിലാണ്. അതേ സമയത്ത് മറ്റൊരു ഭാഗത്ത് നമ്മുടെ നേത്രയുടെ ഹസ്ബൻഡ് ഡിവോഴ്സിന്റെ ലെറ്റർ അയച്ചതുകൊണ്ട് അതിനുശേഷം നേത്രയെ അവളുടെ വീട്ടിൽ കയറ്റിയിട്ടില്ല. അതുകൊണ്ട് അവളൊരു ഹോസ്റ്റലിലാണ് സ്റ്റേ ചെയ്യുന്നത്. മറ്റൊരു ഭാഗത്ത് നമ്മുടെ നദി വർക്ക് ചെയ്യുന്നത് ഒരു ഫാഷൻ ഡിസൈൻ കമ്പനിയിലാണ്. എന്നാൽ അവിടുത്തെ മാനേജറിന് നദിയെ കണ്ണെടുത്താ കണ്ടുകൂടാ. അതായത് നദി എപ്പോഴും അവളുടെ സ്വാതന്ത്ര്യത്തോടെ കാലിന്റെ മേലെ കാലൊക്കെ വെച്ച് ടേബിളിന്റെ മേലേക്ക് വെച്ചിട്ടാണ് അവൾ വർക്ക് ചെയ്യാറ്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അവൾ അതിനൊന്നും ചെവി കൊടുക്കാറില്ല. അതേസമയത്ത് മറ്റൊരു ഭാഗത്ത് കലയുടെ ലൈഫ് എങ്ങനെയാണ് പോകുന്നത് നമുക്കറിയാലോ. ഓരോ പ്രാവശ്യം ഓരോ പയ്യന്മാര് വരും. അവളാണെങ്കിൽ അവർക്ക് എല്ലാവർക്കും ചായ കൊണ്ടു കൊടുക്കുന്ന ഒരു ചായക്കാരിയെ പോലെ ആയിട്ടുണ്ട്. അവളുടെ അമ്മ എന്തോ ചെക്കനെ കാണുന്ന പോലെയാണ്. അമ്മക്ക് ഒരു ചെക്കനും ഇഷ്ടാവുന്നില്ല. കലയാണെങ്കിൽ വല്ലാതെ മെന്റലി തകർന്നു പോകുന്നുണ്ട്. അന്ന് രാത്രി കലയുടെ അച്ഛൻ മദ്യപിച്ചുകൊണ്ടിരുന്നപ്പോ കല വന്ന് ചോദിക്കുന്നുണ്ട്, അല്ല അച്ഛ, ഇനി എത്ര ആൾക്ക് ഞാൻ ചായ കൊണ്ട് വിളമ്പണം? ചെറുപ്രായത്തില് നമ്മുടെ വല്യമ്മയുടെ കല്യാണം നടന്നില്ലേ, അതുപോലെ എന്നെയും കല്യാണം കഴിപ്പിച്ചാൽ മതിയായിരുന്നു. എന്നിട്ട് അവള് ചോദിക്കുന്നുണ്ട്, അല്ല അച്ഛ, എന്തുകൊണ്ടാണ് അന്നൊക്കെ ഈ ചെറിയ കുട്ടികളെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തത്? അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, അതായത് പെൺകുട്ടികൾ വലുതായി കഴിഞ്ഞ് അവര് സ്വന്തം ചിന്തിക്കാൻ തുടങ്ങിയാലേ പിന്നെ ആണുങ്ങൾ പറയുന്നത് അവർ കേൾക്കാതെയാവും. എന്നാൽ ആണുങ്ങൾക്ക് അവരുടെ കാര്യങ്ങൾ നടത്താൻ ഒരു അടിമയെ പോലെ അവരുടെ കാൽച്ചൂടിലാക്കണമെങ്കിൽ ചെറുപ്പത്തിലെ അവരെ കല്യാണം കഴിപ്പിക്കണം, അവരെ ചിന്തിക്കാൻ വിടാൻ പാടില്ല. അതുകൊണ്ടായിരിക്കാം ആ ഒരു കാലത്ത് അങ്ങനെ കുറേയധികം നിയമങ്ങളൊക്കെ ഉണ്ടാക്കിയത്. മറ്റൊരു ഭാഗത്ത് നമ്മുടെ അഭയും നിധിയും അവർ ഹാപ്പി ആയിട്ടുള്ളൊരു ലൈഫ് ലീഡ് ചെയ്യാണ്. ഇവരുടെ രണ്ടുപേരുടെയും കാഴ്ചപ്പാട് അവർക്ക് ഇഷ്ടമുള്ള ആളുകളുടെ കൂടെ പോകാനാണല്ലോ. നമ്മുടെ അഭയും ഒരു പ്ലേ ബോയ് തന്നെയാണ്. എന്നാൽ കുറച്ചു നാളായിട്ട് നിധിയുടെ കൂടെ ജീവിക്കാൻ തുടങ്ങിയപ്പോൾ അവളിലെ ഒരു അമ്മയുടെ സ്നേഹം
നമ്മുടെ അഭി ഫീൽ ചെയ്യാൻ തുടങ്ങാണ്. അങ്ങനെ ശരിക്കും അഭിയുടെ ഉള്ളില് നിധിയുടെ മേലെ പ്രണയം സ്റ്റാർട്ടാവാണ്. അവനാണെങ്കിൽ അത് ഉള്ളിൽ വെക്കാതെ ഇടക്കിടക്ക് എക്സ്പ്രസ് ചെയ്യാൻ നോക്കുന്നുണ്ട്. എന്നാൽ നിധിയാണെങ്കിൽ നിധിയുടെ കാഴ്ചപ്പാടിൽ നിന്ന് ഇതുവരെ മാറിയിട്ടേയില്ല. അവൾക്ക് കല്യാണത്തോട് എന്തോ വലിയ വെറുപ്പാണ്. അടുത്ത സീനില് നമ്മുടെ യശിനെ അവന്റെ കൂട്ടുകാരൻ ഒരു മെഡിക്കൽ ഷോപ്പ് ഓണർ എടുത്ത് കൂട്ടിക്കൊണ്ടുപോവാണ്. അങ്ങേരോട് കാര്യങ്ങൾ പറഞ്ഞപ്പോ ഞാനൊരു മെഡിസിൻ തരാം, അത് ഉപയോഗിച്ചാല് പതിയെ പതിയെ ബ്ലീഡിംഗ് ആയിട്ട് കുട്ടി അബോട്ടായി പോയിക്കോളൂ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് എത്ര മാസമായെന്ന് ചോദിക്കുമ്പോൾ യശ് പറയുന്നുണ്ട് 4 മാസത്തോളായി. 4 മാസമായാല് ടാബ്ലറ്റ് കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല, നിങ്ങളെ ഡയറക്റ്റ് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിക്കുക നല്ലേന്ന് പറഞ്ഞ് അങ്ങേരും കൈ ഒഴിയാണ്. അടുത്ത സീനില് നമ്മുടെ നേത്രയുടെ ആ ഒരു വാദം കോടതിയിൽ വരികയാണ്. ശരിക്ക് നേത്രക്കെതിരെ ഹസ്ബൻഡിനെ കംപ്ലൈന്റ് എന്താണെന്ന് വെച്ചാല് നേത്രക്ക് ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ കഴിയില്ല. എന്നാൽ ആ ഒരൊറ്റ കാരണം കൊണ്ട് എന്തായാലും കോടതി ഡൈവേഴ്സ് നൽകില്ല. അതുകൊണ്ട് ഹസ്ബൻഡിന്റെ ലേഡി വക്കീല് പറയുന്നുണ്ട് അത് മാത്രമല്ല, അവര് ഹസ്ബൻഡിന്റെ വീട്ടിൽ നിന്ന് കുറേയധികം വിലപിടിപ്പുള്ള സാധനങ്ങള് പലപ്പോഴായിട്ട് കട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അങ്ങനെ ഇല്ലാത്ത കുറേയധികം അലിഗേഷൻസ് നമ്മുടെ നേത്രയുടെ തലയിൽ വെച്ചു കൊടുക്കാണ്. അങ്ങനെ ജഡ്ജ് അടുത്തൊരു തീയതിയിലേക്ക് വാദം മാറ്റിവെക്കുകയാണ്. അടുത്ത സീനിലെ കലയുടെ അമ്മയിലെ ഒരു കവർ കൊടുത്തിട്ട് നിന്നെ പുതിയൊരു പയ്യൻ കാണാൻ വന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ അവൾ ആ കവർ നിലത്തിടാണ്. അതായത് പതിയെ അവളുടെ മനസ്സിനെ മടുത്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് വന്ന കലയുടെ കൂട്ടുകാരികള് ഞങ്ങളൊന്ന് മാർക്കറ്റിലേക്ക് പോവാ, ഇവിടെ നിന്ന് കൂടെ അയക്കുവോ? എന്നാൽ കലയാണെങ്കിൽ എനിക്ക് താല്പര്യമില്ലെന്ന് പറയുമ്പോൾ അമ്മ നിർബന്ധിച്ച് അവരുടെ കൂടെ അയക്കുകയാണ്. അങ്ങനെ കുറെ നാളിന് ശേഷം കൂട്ടുകാരികളുമായിട്ട് മാർക്കറ്റിലേക്ക് പോകുന്നുണ്ട്. അവിടുത്തെ ജ്വല്ലറി ഷോപ്പിൽ നിന്ന് അവര് സ്വർണം കളക്ട് ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പോൾ അവളുടെ ഫ്രണ്ട് പറയുന്നുണ്ട് നിനക്ക് ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലും ഒന്നെടുത്തൊന്ന് അടിഞ്ഞു നോക്ക്. അങ്ങനെ കല കുറച്ച് സ്വർണ്ണം അടിഞ്ഞിട്ട് കണ്ണാടിയിൽ നോക്കുമ്പോൾ അവളെ ഒരു കല്യാണ പെണ്ണായിട്ട് അവൾക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു വന്നുടൻ തന്നെ അവളെ എന്തോന്ന് തേടി നോക്കുന്നുണ്ട്. അതായത് കുറച്ചു നേരത്തെ അമ്മ ഒരു കവർ കൊടുത്തിരുന്നില്ലേ, ആ ഒരു കല്യാണ ചെക്കൻ്റെത്. അവൾക്ക് ഇപ്പോൾ ഒരു പ്രതീക്ഷയുണ്ട്. കാരണം ഈ ഒരു ആലോചന കൊണ്ടുവന്നത് തന്നെ അമ്മയാണ്. എല്ലാ സമയത്തും അമ്മയാണല്ലോ ആലോചന മുടക്കുന്നത്. അപ്പോൾ ഇത് നടക്കാൻ എന്തായാലും ചാൻസ് ഉണ്ട്. അങ്ങനെ കലയ്ക്ക് ആ ഒരു പയ്യനോട് ഒരു ഇൻട്രസ്റ്റ് സ്റ്റാർട്ട് ആവാണ്. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് ഗീതയാണ്. ഗീതയാണെങ്കിൽ പലപ്പോഴായിട്ട് ആ ഒരു കുഞ്ഞിനെ ഒഴിവാക്കാന് ട്രൈ ചെയ്ത് നോക്കിയിട്ടും ഒന്നും നടന്നില്ലല്ലോ. അപ്പോൾ അവളുടെ ഉള്ളിലെ ആ ഒരു ദേഷ്യം തീർക്കാന് അവളുടെ സ്വന്തം വയറ് നോക്കിയിട്ട് അവള് ആ ഒരു വയറും ആ കുഞ്ഞിനെ വേദനിപ്പിക്കുകയാണ്. ആ ഒരു കാഴ്ച കണ്ടുവന്ന യശ് മനസ്സ് തകർന്ന് ഇരുന്നു പോകുന്നുണ്ട്. കലയുടെ ഗ്രാമത്തിലെ അറിയപ്പെടുന്ന ഒരാൾ മരണപ്പെട്ടു പോയപ്പോ കലയുടെ അച്ഛനില്ലേ അങ്ങേരെ ആ ഒരു മരണച്ചടങ്ങില് ഡാൻസ് കളിക്കുകയാണ്. അതായത് ഇതൊക്കെ തമിഴ്നാട്ടില് സ്വാഭാവികമായിട്ട് നടക്കുന്ന ഒരു ചടങ്ങല്ലേ. അടുത്ത സീനില് നമ്മുടെ വക്കീല് കുമാറും നേത്രയും ഒരു ടീ ഷോപ്പിൽ മീറ്റാണ്. എന്നിട്ട് കുമാർ ചോദിക്കുന്നുണ്ട് അല്ല നിങ്ങളുടെ എതിർഭാഗം വക്കീല് ഉന്നയിച്ച പോലെ നിങ്ങൾക്ക് പ്രസവിക്കാനുള്ള കഴിവില്ല എന്നുള്ളത് സത്യമാണോ? എന്നാലും നേത്ര എനിക്കറിയില്ല, അവര് തന്നെ അങ്ങനെ പറയായിരുന്നു. അപ്പൊ വക്കീല് നമുക്ക് ആദ്യം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം, എന്നിട്ട് റിപ്പോർട്ട് വരട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യം തീരുമാനിക്കാം. കാരണം നമുക്കൊരു സ്ട്രോങ് ആയിട്ടുള്ള എവിഡൻസ് വേണ്ടേ. അങ്ങനെ ആ ഒരു ടെസ്റ്റ് എടുക്കാനായിട്ട് നമ്മുടെ നേത്രയെ ഒരു ഹോസ്പിറ്റലിലേക്ക് അയക്കാണ്. അടുത്ത സീനില് നമ്മുടെ കല ഒരു കിണറ്റിന്റെ അരികിലിരുന്ന് എന്തോന്ന് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് കലയുടെ അമ്മ നിന്നെ കാണാനായിട്ട് ചെക്കന്റെ കുടുംബം വരുന്നുണ്ട്. അപ്പൊ കല അപ്പൊ ചെക്കൻ വരുന്നില്ലേ, അവരുടെ ഫാമിലി ഇവിടെ അടുത്ത് എവിടെ വരെ വന്നതാ, അപ്പോ നിന്നെ ഒന്ന് കണ്ടിട്ട് പോകാനാണ് അവരിങ്ങോട്ട് വരുന്നത്, നീ ഒന്ന് ചെറുതായിട്ട് ഒരുങ്ങിയിട്ട് വാ. കലയാണെങ്കിൽ വളരെ ഹാപ്പി ആയിട്ട് ഒരുങ്ങുന്നുണ്ട്. കാരണം കലയുടെ അമ്മ കൊണ്ടുവന്ന ആലോചനയാണ്, അവൾക്കും ഉള്ളിലിപ്പോ നല്ല ഇഷ്ടമായിട്ടില്ലേ. അങ്ങനെ ചെക്കന്റെ ഫാമിലി വന്നിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കലയുടെ അച്ഛനോട് ചോദിക്കുന്നുണ്ട് അല്ല മരണപ്പെട്ടു പോയ അയ്യനാർ അദ്ദേഹമല്ലേ, അദ്ദേഹത്തിന്റെ മരണ ചടങ്ങിലെ നിങ്ങൾ ഡാൻസ് കളിച്ചിരുന്നോ? അപ്പൊ അച്ഛൻ പറയുന്നുണ്ട് അദ്ദേഹത്തെ വീട്ടിൽ പോയിട്ട് എനിക്ക് കാണാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് ആ ഒരു ചടങ്ങില് അവരുടെ കൂടെ ഞാനും ഡാൻസ് കളിച്ചത്. എന്നാൽ കലയുടെ അമ്മ പറയുന്നുണ്ട് അല്ല അത് ഇവരായിരിക്കില്ല, നിങ്ങൾക്ക് ആള് മാറിയായിരിക്കും. എന്നാൽ അവർക്ക് മനസ്സിലായിട്ടുണ്ട് അത് കലയുടെ അച്ഛൻ തന്നെയാണെന്ന്. ഒരു മരണച്ചടങ്ങില് കള്ളം കുടിച്ച് ഡാൻസ് കളിക്കുന്ന ഒരാളുടെ വീട്ടിൽ നിന്ന് പെണ്ണെടുക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞിട്ട് അവരെ അവിടെ നിന്ന് തിരിച്ചു പോവാണ്. എന്നാൽ അതിൽ കലയുടെ അമ്മയ്ക്ക് വല്ലാതെ ദേഷ്യം വന്നിട്ട് അവളുടെ അച്ഛനെ കണ്ണുപൊട്ടുന്ന ചീത്ത പറയുന്നുണ്ട്. നിങ്ങളൊരു പണിക്കോ പോകുന്നില്ല, പ്രത്യേകിച്ച് നിങ്ങളെ കൊണ്ടൊരു കാര്യമില്ല, നിങ്ങൾക്ക് വീട്ടിൽ അടങ്ങിയിരുന്ന പോലെ, എന്നിട്ട് നിങ്ങൾ എന്തൊക്കെയാ ചെയ്തു വെച്ചിട്ടില്ലേ. എന്നാൽ ഇത്രയും കല്യാണങ്ങൾ മുടങ്ങാനുള്ള പ്രധാന കാരണാരാ, അത് കലയുടെ അമ്മ തന്നെയല്ലേ. എന്നാൽ ഒരു കല്യാണം അച്ഛൻ അതിന് വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ല, എന്നിട്ടും അച്ഛനെ കുത്തി നോവിക്കുകയാണ്. മനസ്സ് തകർന്നിരിക്കുമ്പോ കല അച്ഛനോട് സംസാരിക്കാൻ പോവാണ്. എന്നാൽ മോളെ കണ്ടപ്പോ അറിയാതെ കലയുടെ അച്ഛന്റെ കണ്ണ് നിറഞ്ഞു പോകുന്നുണ്ട്. അപ്പൊ കലയും അച്ഛനെ കുറിച്ച് അമ്മയ്ക്ക് അറിയില്ലേ, അച്ഛൻ വിഷമിക്കണ്ട, അതിന് അച്ഛന്റെ ഭാഗത്ത് നിന്ന് ഒരു തെറ്റും വന്നിട്ടില്ലല്ലോ. അടുത്ത സീനിലെ മതിയെ മാനേജർ വിളിച്ച് പറയുന്നുണ്ട് നിനക്ക് ആരും ബഹുമാനിക്കാൻ അറിയില്ല, ഡെസ്കിന്റെ മേലെ കാലൊക്കെ വെച്ച് നീ ഒരു വലിയ മുതലാളിയുടെ കളിയാണ്, അതുകൊണ്ട് കുറച്ച് നാളത്തേക്ക് നിന്നെ സസ്പെൻഡ് ചെയ്യാണ്. എന്നാൽ നദിയാണെങ്കിൽ നല്ല കാട്ട കലിപ്പിന് തിരിച്ചു പറയുന്നുണ്ട്. അടുത്ത സീനിലെ നമ്മുടെ നേത്ര ഓൾറെഡി ടെസ്റ്റ് ചെയ്തിരുന്നില്ലേ, അപ്പൊ അതിന്റെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അതായത് നേത്രക്ക് ഒരു കുഴപ്പമില്ല, അവർക്ക് പ്രസവിക്കാൻ കഴിയും. ആ ഒരു റിപ്പോർട്ട് കണ്ടപ്പോ നമ്മുടെ കുമാർ വക്കീല് പറയുന്നുണ്ട് നിങ്ങളുടെ ഹസ്ബൻഡ് കോടതിയുടെയും ജനങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് ഒരു നോണ പറഞ്ഞുകൊണ്ട് നിങ്ങൾ അപമാനിക്കായിരുന്നില്ലേ, ഇങ്ങനെ ഒരുത്തന്റെ കൂടെ നിങ്ങൾ ജീവിക്കണോ? ഈ ഒരു റിപ്പോർട്ട് കാണിച്ചിട്ട് നിങ്ങൾ തന്നെ അയാൾക്ക് ഡിവോഴ്സ് കൊടുത്തേക്ക്. അപ്പൊ നേത്ര ചോദിക്കുന്നുണ്ട് അല്ല ഡിവോഴ്സ് കൊടുത്തിട്ട് നിങ്ങൾ നിങ്ങളുടെ ജോലി നോക്കി പോവും,
എന്റെ കെട്ടിയവനാണെങ്കിൽ അയാളുടെ ജോലി നോക്കിപ്പോ. പിന്നെ ഞാൻ എന്താ ചെയ്യാ? ഞാൻ എങ്ങോട്ടാ പോണ്ടേ? എന്റെ കുടുംബം കല്യാണം കഴിച്ചു കൊടുത്തത് എന്റെ ഹസ്ബൻഡിന്റെ വീട്ടിലേക്കാണ്. ഞാൻ അവിടെ നിൽക്കുള്ളൂ. എനിക്ക് ഡിവോഴ്സ് വേണ്ട. അങ്ങനെ നേത്ര അവളുടെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. അതേസമയത്ത് നമ്മുടെ ഗീതയാണെങ്കിൽ ആ ഒരു കുഞ്ഞിനെ പ്രസവിക്കാനും കഴിയില്ല, എന്നാൽ അബോർട്ട് ചെയ്യാനും കഴിയുന്നില്ല. അവൾ വല്ലാതെ മാനസികമായി തകർന്നിരിക്കുകയാണ്. നമ്മുടെ യശാണെങ്കിൽ പല ഡോക്ടേഴ്സിനെയും പല ക്ലിനിക്കിലും പോയിട്ട് ആ ഒരു കുഞ്ഞിനെ ഒഴിവാക്കാനായിട്ട് പരമാവധി പരിശ്രമിച്ചു നോക്കുന്നുണ്ട്. അടുത്ത സീനിലെ നമ്മുടെ നേത്രയുടെ ആ ഒരു വാദമില്ലേ, അത് വീണ്ടും കോടതിയിൽ വരികയാണ്. നേത്രയുടെ ഹസ്ബൻഡിന്റെ വക്കീല് ഇപ്പൊ എന്തൊക്കെയാ പറയുന്നത് വെച്ചാല് നേത്ര തന്റെ ഹസ്ബൻഡിനെ ഉപദ്രവിക്കാറുണ്ട്, ടോർച്ചർ ചെയ്യാറുണ്ട്, മെന്റലി വല്ലാതെ ഹേർട്ട് ചെയ്യാറുണ്ടെന്നൊക്കെയാണ്. അങ്ങനെ പല ഫേക്ക് ആയിട്ടുള്ള ഓരോ അലിഗൻസും നമ്മുടെ നേത്രയുടെ മേലെ അവർ പടച്ചുവിടുന്നുണ്ട്. ഈ അടുത്ത് നേത്ര അവളുടെ പ്രശ്നം കൊണ്ട് കൗൺസിലിങ്ങിന് ഒരു ഡോക്ടർ മീറ്റ് ചെയ്യാനും പോയിട്ടുണ്ട്. അതായത് നേത്രയുടെ ഭാഗത്താണ് എല്ലാ പ്രശ്നമുള്ളത്, അതുകൊണ്ട് ഹസ്ബൻഡിനെ ഏത് വിധേനയെങ്കിലും ഡിവേഴ്സ് വാങ്ങിക്കൊടുക്കണമെന്ന് അവര് മാക്സിമം പരിശ്രമിക്കുകയാണ്. നമ്മുടെ യശാണെങ്കിൽ സിനിമ ലൊക്കേഷനിൽ പോയാലേ എന്തെങ്കിലും പൈസ കിട്ടുള്ളൂ. അങ്ങനെ തനിക്ക് പരിചയമുള്ള ഒരു ഫ്രണ്ടിനോട് പൈസ കടം ചോദിക്കുകയാണ്. അങ്ങനെ ആ ഒരു പൈസയും വാങ്ങിയിട്ട് നമ്മുടെ ഗീതയെ ഡോക്ടറെ കൊണ്ട് കാണിക്കുന്നുണ്ട്. ഇപ്പോ 4 മാസമായില്ലേ, എന്നാൽ കുഞ്ഞിന്റെ ആരോഗ്യത്തിന് കുഴപ്പമൊന്നുമില്ല, ഹെൽത്തി ആയിട്ടാണുള്ളത്. നമ്മുടെ കലയാണെങ്കിൽ അവളെ ഓരോ പയ്യന്മാരെ കാണാൻ വരില്ലേ, ആ ഓരോ സമയത്തും അവൾ ഓരോ ചെടി നടാറുണ്ട്. അങ്ങനെ ഇപ്പോൾ കുറേയധികം ചെടികളിൽ പൂ വരെ പൂത്തിട്ടുണ്ട്. എന്നാൽ കലയുടെ ജീവിതത്തിൽ മാത്രം അവളുടെ സ്വപ്നം നടന്നിട്ടേ ഇല്ല. അപ്പോഴാണ് കലയുടെ അമ്മയില്ലേ നാട്ടിലൊക്കെ വളരെ സന്തോഷത്തിൽ പറയുന്നുണ്ട്, കലയ്ക്ക് നല്ല സമ്പന്നനായിട്ടുള്ള ഒരു പയ്യനെ കിട്ടിയിട്ടുണ്ട്. അടുത്ത സീനില് വീണ്ടും നേത്രയുടെ ആ ഒരു കേസില് കോടതിയിൽ വരികയാണ്. എന്നാൽ ഓൾറെഡി ഇതുവരെ നേത്ര എല്ലാവരും ഉപദ്രവിക്കാറുണ്ടായിരുന്നു എന്നൊക്കെയല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പൊ അവർ പറയുന്നത് നേത്രയുടെ ഹസ്ബൻഡിന്റെ അച്ഛനോട് വളരെ മോശമായ രീതിയിൽ അവള് പെരുമാറിയിട്ടുണ്ട് എന്നൊക്കെ ഫേക്ക് ആയിട്ട് അവർ ഓരോ എവിഡൻസ് വെച്ചിട്ട് നേത്രയുടെ നെഞ്ച് തകർത്തളയുന്നുണ്ട്. അത് കേട്ടപ്പോൾ അവൾക്ക് ആ കോടതിയിൽ നിൽക്കാൻ പറ്റിയില്ല. അവള് കോടതിയിൽ നിന്ന് ഇറങ്ങിപ്പോവാണ്. എന്നാൽ ജഡ്ജിന് വല്ലാതെ കലിപ്പായിട്ടുണ്ട്. നമ്മുടെ വക്കീൽ കുമാറിനോട് കോടതിയെ അപമാനിക്കാനാണോ നിങ്ങളുടെ കക്ഷി തീരുമാനിച്ചിട്ടുള്ളത്? കോടതിയോട് സോറും ചോദിച്ചിട്ട് നമ്മുടെ നേത്രി ഒന്ന് സമാധാനിപ്പിക്കാൻ കുമാർ വരികയാണ്. എന്നിട്ട് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, ഇപ്പോഴും ഈ ഒരു കേസ് എന്റെ കയ്യിൽ തന്നെയാണുള്ളത്. നിങ്ങൾക്ക് നീതി വാങ്ങിത്തരാൻ ഈ ഒരു കേസ് ഉറപ്പായിട്ട് ഞാൻ ജയിച്ചിരിക്കും. മറ്റൊരു ഭാഗത്ത് നമ്മുടെ കലയുടെ ആ ഒരു കല്യാണ ആലോചനയില്ലേ, അത് ഏകദേശം നടക്കുന്ന അവസ്ഥയിലാണ്. എന്നാൽ കലയുടെ അമ്മ കലയുടെ അച്ഛനെ വളരെ മോശമായിട്ട് എല്ലാ ആളുകളുടെ മുമ്പിലും അപമാനിക്കുകയാണ്. ഇപ്രാവശ്യമെങ്കിലും അങ്ങേരോട് വായ അടക്കി വെക്കാൻ പറഞ്ഞേക്ക്. അങ്ങേര് കാരണം എന്റെ മോളുടെ കല്യാണം അങ്ങനെ മുടങ്ങിയാല് എന്റെ സ്വഭാവം നിങ്ങൾ കാണും. എന്നാൽ കലയുടെ അമ്മയാണെങ്കിൽ കുറെ നേരമായിട്ട് കലയെ വീട്ടിൽ കാണുന്നില്ല. ആ വീട് മുഴുവൻ നോക്കിയിട്ടും എവിടെയും കാണുന്നില്ല. അപ്പോഴാണ് നമ്മുടെ കലയിലെ അവളെ കാണാൻ വന്ന ആ ഒരു പയ്യന്റെ ഏട്ടന്റെ ചെറിയ മോളെ താലോലിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കണ്ടപ്പോ കലയുടെ അമ്മ പറയുന്നുണ്ട്, നമുക്ക് ഈ കല്യാണം വേണ്ട. അല്ല, എന്താണ് കാരണം ചോദിക്കുമ്പോൾ ആ ഒരു പെൺകുട്ടിക്ക് ഓട്ടിസം ബാധിച്ചതാണ്. ആ ഒരു കുടുംബത്തിൽ നിന്നല്ലേ കലക്ക് കല്യാണം നോക്കുന്നത്. അപ്പോൾ അവൾക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനും ചിലപ്പോ അങ്ങനെ പ്രശ്നം വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ആ ഒരു കാരണം പറഞ്ഞിട്ട് ആ ഒരു കല്യാണവും അവളുടെ അമ്മ തന്നെ മുടക്കാണ്. കലയുടെ അച്ഛന് വല്ലാതെ ദേഷ്യം വന്നിട്ട്, അല്ല നീ എന്താ കരുതി വെച്ചിട്ടില്ലേ, ഒരു ചെറിയ പെൺകുട്ടിയെ കാണിച്ചിട്ട് ഈ കല്യാണം മുടക്കാന് നിനക്ക് എങ്ങനെയാ മനസ്സ് വന്നേ? ഇനിയിപ്പോ നീ നല്ലൊരു പയ്യനെ കണ്ടെത്തിയിട്ട് നിന്റെ മകൾക്ക് ഇതുപോലൊരു കുഞ്ഞാണ്ട് ജനിക്കാൻ പോകുന്നെങ്കിലോ? അങ്ങനെ വല്ലാതെ മനസ്സ് തകർന്നിട്ട് അന്ന് രാത്രി ചെറിയച്ഛനുമായിട്ട് കലയുടെ അച്ഛൻ മദ്യപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങോട്ട് വരുന്ന കലയെ കണ്ടപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കണ്ട, എന്റെ മോൾക്ക് വിഷമാവും. എന്നിട്ട് കല ചോദിക്കുന്നുണ്ട്, അല്ല അച്ഛാ, അമ്മ എന്ത് പറഞ്ഞാലും അച്ഛൻ തിരിച്ചൊന്നും ചോദിക്കില്ലേ? ഇത്രയും വർഷം ഞാൻ എന്തെങ്കിലും പറഞ്ഞാലേ ബാക്കിയുള്ള ആളുകൾ എങ്ങനെ അത് എടുക്കുന്നു ഞാൻ എൻ്റെ ഉള്ളിൽ തന്നെ ഓരോ നടക്കി വെക്കിയിരുന്നു. എന്നാൽ ഇപ്പോ നീ വന്നിട്ട് എന്നോട് ചോദിച്ചില്ലേ, ഇനി നീ ടെൻഷൻ അടിക്കണ്ട, ബാക്കി അച്ഛൻ നോക്കിക്കോളാം. നിനക്ക് എപ്പോഴാണ് കല്യാണം കഴിക്കാൻ തോന്നുന്നത് അന്ന് നീ കല്യാണം കഴിച്ചാൽ മതി. അതുവരെ നിന്റെ ആഗ്രഹം എന്താ ആ ആഗ്രഹം നീ ചെയ്തോ. അല്ല നിനക്ക് എന്തിനോടെങ്കിലും ഇഷ്ടമുണ്ടോ? അപ്പൊ അവള് പറയുന്നുണ്ട്, എനിക്കൊരു എഴുത്തുകാരിയാവാൻ ഇഷ്ടമാണ്. അപ്പൊ അച്ഛൻ എന്നാലേ മോൾ അതിൽ ശ്രദ്ധിക്കുക, കല്യാണമൊക്കെ നമുക്ക് പിന്നെ നോക്കാം, ബാക്കി എല്ലാ കാര്യവും ഈ അച്ഛൻ നോക്കിക്കോളാം. അപ്പോ കല പറയുന്നുണ്ട്, അച്ഛ നാളെ അച്ഛന്റെ ബർത്ത്ഡേയാ, അധികം കഴിക്കണ്ട, വേഗം വന്ന് കടക്കണേ. അടുത്ത സീനില് നമ്മുടെ അബിയിലെ അവയുടെ ഫ്രണ്ടിനോട് നദിയെക്കുറിച്ച് പറയുന്നുണ്ട്, ഞാൻ എന്റെ ലൈഫിൽ കുറേയധികം പെൺകുട്ടികളെ കണ്ടിട്ടുണ്ട്, പലരുമായിട്ടും ലിവ് ഇൻ റിലേഷൻ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ നദിയുടെ കൂടെ ജീവിക്കാൻ തുടങ്ങിയപ്പോൾ അവളിലെ എന്റെ ഒരു അമ്മയെ പോലെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സ്നേഹം, ഒരു കരുതലൊക്കെ എനിക്ക് കിട്ടുന്നുണ്ട്. അവളെ കല്യാണം കഴിച്ചാലോ എന്ന് എന്റെ മനസ്സ് കുറച്ച് നാളായിട്ട് പറയുന്നുണ്ട്. നല്ലൊരു അവസരം കിട്ടുമ്പോൾ അവളോട് എന്തായാലും ഞാൻ പ്രപ്പോസ് ചെയ്യും. എന്നാൽ നദിയുടെ സസ്പെൻഷൻ കഴിഞ്ഞിട്ട് തിരിച്ച് കമ്പനിയിൽ എത്തിയപ്പോൾ അവളുടെ കാലിൽ ഒരു കെട്ടൊക്കെ കെട്ടിയിട്ട് അതില് മാനേജറിനെ പച്ച തെറിയെഴുതിയിട്ട് കാല് പൊക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ മാനേജറിന് തിരിച്ചൊന്നും പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ അടുത്ത ദിവസം നമ്മുടെ കലയുടെ അച്ഛന് ബർത്ത്ഡേ അല്ലേ, കലയുടെ അമ്മയോട് ആ ഒരു കാര്യം പറയുമ്പോൾ നിങ്ങൾ ആദ്യം പോയിട്ട് കുളിച്ചിട്ട് വന്ന് പറയാണ്. എന്നിട്ട് കലയുടെ അച്ഛന് ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് ഫുഡ് തന്നെ അവർ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. നമ്മുടെ കലയാണെങ്കിൽ അച്ഛന് സർപ്രൈസ് ആയിട്ട് ഒരു ഷർട്ട് അതുപോലെ ഒരു കേക്കും ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മറ്റൊരു ഭാഗത്ത് നമ്മുടെ യശില്ലേ ഗീതയെ ഡോക്ടറെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഡോക്ടറോട് കുഞ്ഞിനെ അബോർട്ട് ചെയ്യാൻ വന്നെന്ന് പറയുമ്പോൾ ഡോക്ടർ നല്ല കണക്കിന് പറയുന്നുണ്ട്, നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ
പറ്റിയില്ലെങ്കിൽ തുടക്കത്തിൽ അതിന് വേണ്ട പ്രൊഡക്ഷൻ എടുത്താൽ പോരായിരുന്നോ? ഇപ്പോ കുഞ്ഞിന് 4 മാസം പ്രായമായിട്ട് ഇപ്പോഴാണോ നിങ്ങൾക്ക് കുഞ്ഞിനെ ഒഴിവാക്കാൻ തോന്നിയത്? ഈ ലോകത്ത് എത്രത്തോളം ആളുകൾ അവർക്ക് ഒരു കുഞ്ഞിനെ കിട്ടാനായിട്ട് എത്ര കോടി രൂപയാണ് ചെലവാക്കുന്നതെന്നറിയോ? അടുത്ത സീനില് നമ്മുടെ നദി അവള് ബാറിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പൊ അവിടെ വെച്ച് നമ്മുടെ അഭി പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. അടുത്ത സീനില് നമ്മുടെ നേത്രയുടെ കേസിലെ അത് വീണ്ടും കോടതിയിൽ എത്തിയിട്ടുണ്ട്. അപ്പോ നേത്ര തന്നെ ജഡ്ജിനോട് പറയുന്നുണ്ട്, എനിക്ക് താങ്ങാവുന്നതിൽ കൂടുതലായിട്ട് അവരിപ്പോ എന്റെ മേലെ അലിഗേഷൻസ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനിയും അവര് പറയുന്നത് കേൾക്കാൻ നിന്നാല് അവസാനം എനിക്കും നിങ്ങൾക്കും റിലേഷൻ ഉണ്ട് എന്ന് വരെ പറഞ്ഞു പരത്തും. അതുകൊണ്ട് എനിക്കിനി അയാളുടെ കൂടെ ജീവിക്കണ്ട, ഞാൻ തന്നെ ഡിവേഴ്സ് തന്നേക്കാം. അങ്ങനെ നേത്ര അവിടുന്ന് തിരിച്ചു പോവാണ്. അടുത്ത സീനില് നമ്മുടെ ഡോക്ടർ ഗീതയോട് ഈ ഒരു 4 മാസം പ്രായമായതുകൊണ്ട് ഒരിക്കലും ഞാൻ ഈ സർജറി ചെയ്യില്ല, അങ്ങനെ ഗീതയെ അവിടുന്ന് പറഞ്ഞേക്കാണ്. അടുത്ത സീനില് കലയുടെ വീട്ടില് അവളുടെ അമ്മ അലറി കരയുന്നുണ്ട്. ആ ഒരു ശബ്ദം കേട്ടിട്ട് അവൾ ഓടിപ്പോയി നോക്കുമ്പോ കലയുടെ അച്ഛനില്ലേ ബാത്റൂമില് തെന്നി വീണ് തലയടിച്ച് മരണപ്പെട്ടു പോയിട്ടുണ്ട്. അടുത്ത സീനില് നേത്രയിലെ അവളുടെ കഴുത്തിൽ നിന്ന് ആ ഒരു താലി പറിച്ചളഞ്ഞ് അവളുടെ നെറ്റിയിലെ സിന്ദൂരം തുടച്ചു മാറ്റിയിട്ട് അവളുടെ നെഞ്ചുരുകി അവൾ കരയുന്നുണ്ട്. അടുത്ത സീനില് നമ്മുടെ അഭി നദിയെ പ്രപ്പോസ് ചെയ്തിരുന്നില്ലേ, എന്നാൽ അവളാണെങ്കിൽ അതും തട്ടി മാറ്റിയിട്ട് ആ ഒരു ബാറില് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഓൾറെഡി നിധി റിലേഷൻ ആകുന്നതിന് മുൻപ് തന്നെ കല്യാണത്തിനോട് താല്പര്യമില്ലാന്ന് അവൾ പറഞ്ഞിരുന്നില്ലേ. അടുത്ത സീനില് നമ്മുടെ കലയുടെ അച്ഛന്റെ മരണച്ചടങ്ങുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ കലയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല. നാളെ മുതൽ നിന്റെ ലൈഫിൽ ഒരു പ്രശ്നം വരില്ല, എല്ലാ കാര്യവും ഈ അച്ഛൻ നോക്കിക്കൊള്ളാന്ന് സമ്മതം കൊടുത്തിരുന്നല്ലേ. എന്നാൽ ആ ഒരു അച്ഛൻ ഇപ്പോ തന്റെ കൂടെയില്ല. ഇനിയിപ്പോ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ അവള് ജീവിതം തന്നെ വെറുത്തിരുന്നു പോവാണ്. കാരണം അവളുടെ അമ്മ എടുക്കുന്ന എല്ലാ തീരുമാനവും എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടതല്ലേ. അടുത്ത സീനില് നമ്മുടെ നേത്രയിലെ അവളൊരു കമ്പനിയില് ജോലിക്ക് അപേക്ഷിച്ചിട്ടുണ്ട്. അങ്ങനെ അവൾക്ക് ജോലി കിട്ടാണ്. ആ ഒരു കമ്പനിയിൽ നിന്ന് അവൾക്ക് നല്ല സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. നിന്റെ ലൈഫിൽ നിനക്കൊരു എഴുത്തുകാരി ആവണമെന്നൊക്കെ ആഗ്രഹമില്ലേ, അപ്പോ നിന്റെ ആഗ്രഹത്തെയും നീ ഫോളോ ചെയ്തോ. അതേ സമയത്ത് തന്നെ നമ്മുടെ വക്കീൽ കുമാറുമായിട്ട് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അങ്ങനെ പതിയെ പതിയെ രണ്ടുപേരുടെ ഉള്ളില് ഒരു പ്രണയമായിട്ട് മാറുന്നുണ്ട്. അടുത്ത സീനില് നമ്മുടെ അഭിയിലെ നദിയോട് വീട്ടിൽ വെച്ച് സംസാരിക്കുന്നുണ്ട്. ഞാന് നിന്നില് എന്റെ അമ്മയെ കുറച്ച് നാളായിട്ട് കാണുന്നുണ്ട്, അതുകൊണ്ടാണ് ബാറിൽ വെച്ചിട്ട് ഇന്ന് ഞാൻ പ്രപ്പോസ് ചെയ്തേ. എന്നാലും നദി ഓൾറെഡി നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ധാരണയായതല്ലേ, നമുക്ക് ഒരിക്കലും കല്യാണം വേണ്ട, ലൈഫ് ലോങ് ലിവിങ് ടുഗദറായിട്ട് ജീവിക്കാന്ന്. എന്നിട്ട് ഇപ്പോ എന്തുകൊണ്ടാ നിന്റെ ഉള്ളിലൊരു മാറ്റം, എന്താ എന്നെ മനസ്സിലാക്കാതെ? അങ്ങനെ രണ്ടുപേരുടെ ഇടയില് വീണ്ടും പ്രശ്നം ഉണ്ടാവാണ്. അതേസമയത്ത് മറ്റൊരു ഭാഗത്ത് നമ്മുടെ ഗുരുവില്ലേ അങ്ങേര് ഗീതക്കും യശിനുമായിട്ട് ഒരു മാരേജ് സർട്ടിഫിക്കറ്റ് റെഡിയാക്കി കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവില്ല, ഈ ഒരു സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് നിങ്ങൾ ഹസ്ബൻഡ് വൈഫാണെന്ന് ഏത് ഡോക്ടറിനെ കൺവിൻസ് ചെയ്യാൻ പറ്റും, ധൈര്യമായിട്ട് അബോട്ട് ചെയ്യാനും പറ്റും. അങ്ങനെ ആ ഒരു സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് യശും ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. അടുത്ത സീനില് നമ്മുടെ വക്കീൽ കുമാറില്ലേ അദ്ദേഹത്തിന്റെ അച്ഛൻ ആർമിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് മരണപ്പെട്ടു പോയതാണ്. അങ്ങനെ ഒരു വർഷം കഴിഞ്ഞിട്ട് വീട്ടിലെ ചടങ്ങ് നടക്കാണ്. അപ്പോൾ നമ്മുടെ കുമാർ നേത്രയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് എല്ലാ ആളുകളെയും പരിചയപ്പെടുത്തുന്നുണ്ട്. അടുത്ത സീനില് കലയുടെ വീട്ടിലേക്ക് തന്റെ അച്ഛന്റെ ചടങ്ങിന് പ്രാർത്ഥനയ്ക്ക് വന്ന ഒരാൾ പറയുന്നുണ്ട്, നിങ്ങളുടെ മകളെ എന്റെ അനിയന് കല്യാണം കഴിച്ചു തരോ, അവനിപ്പോ 2 കോഴി ഫാമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്, നല്ല രീതിയിൽ ബിസിനസ് മുന്നോട്ട് പോകുന്നുണ്ട്, അവളെ നല്ല രീതിയിൽ അവൻ നോക്കിക്കോളും. അപ്പോൾ കലയുടെ അമ്മയും അതിനെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കുന്നുണ്ട്. മറ്റൊരു ഭാഗത്ത് നമ്മുടെ കുമാറും നേത്രയും ഒന്നിച്ച് ഒരു ട്രാവൽ ചെയ്യാണ്. ആ ഒരു ട്രാവലിൽ തന്നെ രണ്ടുപേരുടെ പ്രണയം അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട്. അവസാനം നമ്മുടെ നേത്രയുടെ സ്വപ്നങ്ങളൊക്കെ നേടിയെടുത്ത ശേഷം അവര് കല്യാണം കഴിക്കാന്ന് തീരുമാനിക്കുകയാണ്. എന്നാൽ അടുത്ത സീനില് നമ്മുടെ കുമാറിന്റെ ഫ്രണ്ടിലെ കുമാറിനോട് പറയുന്നുണ്ട്, നീ ഒരു കേസ് വാദിച്ചാല് ആ കേസ് കഴിയുന്നതോടെ ക്ലൈന്റുമായിട്ടുള്ള എല്ലാ റിലേഷനും ഒഴിവാക്കി കളയണം. എന്നാൽ നീ നിന്റെ ക്ലൈന്റുമായിട്ട് നാട് ചുറ്റുന്ന കാര്യം ഞാൻ അറിഞ്ഞല്ലോ, അത് ശരിയാവുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഓൾറെഡി അവര് ഡിവോഴ്സ് ആവും ചെയ്തതാണ്. ഒരാളെയും അങ്ങനെ പെട്ടെന്ന് വിശ്വസിക്കണ്ട, എളുപ്പത്തില് അവള് നിന്നെ ചീറ്റ് ചെയ്ത് പോകാനുള്ള സാധ്യതയുണ്ട്. നിന്റെ കല്യാണവും കഴിഞ്ഞിട്ടില്ല. എന്നാൽ കുമാറുമാരത്തൊന്നും പറയാതെ അതിനെക്കുറിച്ച് എന്തോ ആലോചിക്കുന്നുണ്ട്. അടുത്ത സീനില് കലയുടെ അമ്മയില്ലേ അവളെയും കൂട്ടിയിട്ട് ആ ഒരു കോഴി ഫാമൊക്കെ ഒന്ന് നോക്കാൻ പോകുന്നുണ്ട്. അപ്പോ കലയുടെ ഫ്രണ്ട് ചോദിക്കുന്നുണ്ട്, അല്ല നീ ആ പയ്യനെ കല്യാണം കഴിക്കാൻ സമ്മതിച്ചോ? അവനെ കുറിച്ച് എനിക്കറിയോ, അവന് കുറേയധികം പെൺകുട്ടികളായിട്ട് റിലേഷൻ ഉണ്ട്. എന്നാൽ കല പറയുന്നുണ്ട്, എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല, വേറെ നിവൃത്തിയില്ലാതെ ഞാൻ സമ്മതിച്ചാണ്. എന്നാൽ കലയുടെ അമ്മ പറയുന്നുണ്ട്, നീ ജനിച്ചത് മുതലേ ഇത്രയും കാലം എനിക്ക് സങ്കടം ഉണ്ടായിട്ടുള്ളൂ, എന്നെ കരയിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് അവളുടെ ഉള്ളിൽ വല്ലാതെ തകർത്തിട്ടുണ്ട്. അവള് പറയുന്നുണ്ട്, എന്റെ ലൈഫ് ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രധാന കാരണം നിങ്ങളാണ്, നിങ്ങളുടെ തീരുമാനമാണ്. ഞാനൊരു പെണ്ണായി ജനിച്ചുകൊണ്ടാണെന്ന് നിങ്ങൾ നിങ്ങളുടെ തെറ്റ് മറയ്ക്കാൻ പറയാണ്. അടുത്ത സീനില് നമ്മുടെ ഗീത അബോട്ട് ചെയ്യാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ തൊട്ടടുത്തുള്ള ഒരു ചേച്ചി ചോദിക്കുന്നുണ്ട്, അല്ല മോളെ നീ എത്ര മാസാ? എന്റേത് 4 മാസമാണ്. അപ്പൊ അവര് പറയുന്നുണ്ട്, കഴിഞ്ഞ 12 വർഷമായിട്ട് ഒരു കുഞ്ഞിന് കാത്തിരുന്നിട്ട് ഇപ്പോഴാണ് എനിക്കൊരു കുഞ്ഞിനെ കിട്ടിയെന്ന് അവരെ സന്തോഷത്തോടെ പറയുന്നുണ്ട്. എന്നിട്ടും ഗീതയുടെ മനസ്സിൽ ഒരു മാറ്റവുമില്ല. അങ്ങനെ ഡോക്ടർ മീറ്റ് ചെയ്തിട്ട് ഡോക്ടറോട് കാര്യം പറയുമ്പോൾ അവര് സമ്മതിക്കുന്നേയില്ല. നിങ്ങൾ ഇനി എന്തൊക്കെ സർട്ടിഫിക്കറ്റ് കാണിച്ചാലും ഇത് ഇല്ലീഗലാണ്, നിങ്ങളുടെ കൂടെ എന്നെയും ജയിലാക്കാനാ. അങ്ങനെ രണ്ടുപേരെയും ഹോസ്പിറ്റലിൽ നിന്ന് പുറത്താക്കാണ്. അതായത് ഇനിയിപ്പോ ഒരാഴ്ച കൂടെ കഴിഞ്ഞാല് ആ ഒരു കുഞ്ഞിന്റെ ഏകദേശം വളർച്ചയാവും, ആണാണോ പെണ്ണാണോ എന്ന് വരെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇങ്ങനൊരു അവസ്ഥയില് ആ ഒരു ജീവനെ കൊല്ലാന് ആരും തയ്യാറാവുന്നില്ല. അടുത്ത സീനില് നമ്മുടെ കലയുടെ വല്യമ്മയില്ലേ അവര് വിഷം കഴിച്ചിരിക്കുകയാണ്. അപ്പോ കല ചോദിക്കുന്നുണ്ട്, അല്ല വല്യമ്മേ എന്തിനാ
ഇങ്ങനെ ചെയ്തേ? വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ ഓർത്തിട്ടാ? അവര് പറയുന്നുണ്ട് വീട്ടിലെ പ്രശ്നമൊന്നുമല്ല, എന്നെ കാണാൻ ആരെങ്കിലും വരണ്ടേ, ഇങ്ങനെയൊരു ജീവന് കാണാന് ആരെങ്കിലൊക്കെ അവസാനമായിട്ട് വരാന് എനിക്ക് ഇതല്ലാതെ വേറെ വഴിയുണ്ടായിരുന്നില്ല. തൽക്കാലം നീ ആരോടും ഒന്നും പറയണ്ട. അടുത്ത സീനില് നദിയിലെ അവള് വീട്ടിലേക്ക് ഒരു പയ്യനെ കൂട്ടിക്കൊണ്ടുവന്നിട്ട് അബിയുടെ മുമ്പിൽ വെച്ചിട്ട് അവന്റെ ബോഡിയെ കുറിച്ചിട്ട് പുകഴ്ത്തി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അബിക്ക് അത് തീരെ ഇഷ്ടാവുന്നില്ല. എന്നിട്ട് അബിയോട് ഫുഡ് ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് അവര് നേരെ ബെഡ്റൂമിലേക്ക് പോവാണ്. അബിയുടെ ഉള്ളു വല്ലാതെ പടയുന്നുണ്ട്. കാരണം അബി ഇപ്പൊ ആത്മാർത്ഥമായിട്ട് നിധിയെ പ്രണയിക്കാൻ തുടങ്ങിയില്ലേ. അതേ സമയത്ത് മറ്റൊരു ഭാഗത്ത് നമ്മുടെ യശില്ലേ, അവൻ കഥ പറയാനായിട്ട് ഒരു പ്രൊഡ്യൂസറെ മീറ്റ് ചെയ്യാൻ പോണ്. എന്നാൽ യശിന് ഗീതയുടെ കാര്യം ഓർത്തിട്ട് കഥ പറയാനേ പറ്റുന്നില്ല. അങ്ങനെ മനസ്സ് തകർന്നിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് ഒരു ട്രാൻസ്ജെൻഡർ വന്നിട്ട് നമ്മുടെ യശിന്റെ പ്രശ്നങ്ങളൊക്കെ കേട്ട ശേഷം അവര് പറയുന്നുണ്ട് കേരളത്തില് ഒരു ഡോക്ടർ ഉണ്ട്, അവിടെ പോയാല് അവർ ഓപ്പറേറ്റ് ചെയ്തു. എന്നാൽ ആരും അറിയരുത്, കാരണം രഹസ്യമായിട്ടാണ് അവർ ഈ സർജറി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ ഡോക്ടറിന്റെ നമ്പർ യശിന് അയച്ചു കൊടുക്കുന്നുണ്ട്. എന്നാൽ യശിന്റെ ഫോണിലുള്ളത് അത് വീട്ടിലാണ്. ആ ഒരു ഫോൺ ഗീത എടുത്ത് നോക്കുമ്പോൾ അതിൽ ആ ഒരു മെസ്സേജ് കാണുന്നുണ്ട്. കൂടെ തന്നെ ഏതോ ഒരു ഷോപ്പിംഗ് വെബ്സൈറ്റിൽ നിന്ന് ഇന്ന് യശിന്റെ ബർത്ത്ഡേ ആണെന്നുള്ള ഹാപ്പി ബർത്ത്ഡേ മെസ്സേജും ആ ഫോണിലേക്ക് വന്നിട്ടുണ്ട്. അത് ഗീത കണ്ടിട്ടുണ്ട്. അങ്ങനെ ഗുരുവിനെ വിളിച്ചിട്ട് ആ ഒരു ബർത്ത്ഡേ സെലിബ്രേഷനുള്ള ഓരോ കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്നുണ്ട്. അതേ സമയത്ത് നമ്മുടെ നേത്രയിലെ അവളുടെ ഹസ്ബൻഡ് വേറൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചത് കണ്ടിട്ട് അവൾക്ക് സഹിക്കാനേ കഴിയുന്നില്ല. അങ്ങനെ നേരെ നമ്മുടെ കുമാറിനെ മീറ്റ് ചെയ്തിട്ട് അവരുടെ കല്യാണത്തിനെ കുറിച്ച് പറയുമ്പോൾ കുമാർ പറയുന്നുണ്ട് ആദ്യം നീ നിന്റെ ഡ്രീം അച്ചീവ് ചെയ്യ്, എന്നിട്ട് നമുക്ക് കല്യാണത്തെ കുറിച്ച് ചിന്തിക്കാം. അടുത്ത സീനില് യശ് വീട്ടിലേക്ക് വരികയാണ്. അങ്ങനെ അവർ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ യശ് ആണെങ്കിൽ ആ ഒരു സെലിബ്രേഷന്റെ മൂഡിലേ അല്ല. ഗീതയോട് പറയുന്നുണ്ട് നാളെ നമ്മൾ കേരളത്തിലേക്ക് പോവാണ്, അപ്പൊ റെഡി ആയിക്കോ. അടുത്ത സീനില് നമ്മുടെ കലയിലെ അവള് വീണ്ടും ഒരു ചെടി നടുന്നുണ്ട്. അതായത് ഇപ്പോ ഫാമിലി ഒരു കല്യാണം അറേഞ്ച് ചെയ്തിട്ടില്ലേ, അവസാനം കലയും ആ കല്യാണത്തിന് സമ്മതിക്കുകയാണ്. അടുത്ത സീനില് നിധി ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നപ്പോ വീട് ലോക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ സാധാരണ ചാവി വെക്കുന്ന സ്ഥലത്ത് ആ ഒരു ചാവി കാണുന്നില്ല. അവള് ദേഷ്യത്തില് ആ ഒരു സ്റ്റെയറില് അബിയെ കാത്തിരിക്കുന്നുണ്ട്. അങ്ങനെ തന്റെ ജോലിയെ കഴിഞ്ഞിട്ട് നൈറ്റ് അബി തിരിച്ചു വരുമ്പോ നിധി പ്രശ്നം ഉണ്ടാക്കുകയാണ്. അല്ല, നീ വീട്ടിലേക്ക് വരാൻ താമസിക്കുമെങ്കിൽ ഒരു വാക്കിനോട് പറയണ്ടേ? അപ്പൊ അബി പറയുന്നുണ്ട് അതിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, നീ നിനക്ക് ഇഷ്ടപ്പെട്ട പോലെയല്ലേ ജീവിക്കുന്നത്. അങ്ങനെ ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യവും നിന്നോട് പറഞ്ഞിട്ട് മുന്നോട്ട് പോകണമെന്ന് എനിക്ക് താല്പര്യമില്ല. നമ്മൾ രണ്ടുപേരും നമ്മുടെ ഇഷ്ടമല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവള് നിനക്ക് എന്താ പറ്റുന്ന ചോദിക്കുമ്പോൾ നിനക്ക് ഇഷ്ടപ്പെട്ട ഓരോരുത്തരെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരും, എന്നിട്ട് അവനെയും കൂട്ടി റൂമിലേക്ക് പോകും. ഇതൊക്കെ കണ്ടുകൊണ്ട് ഞാൻ ഈ വീട്ടിലിരിക്കണമെന്നാ. എന്നാൽ അവള് പറയുന്നുണ്ട് നീ അതിന് ഭക്ഷണം ഉണ്ടാക്കാൻ പോയില്ലേ, അപ്പൊ തന്നെ വീട്ടിൽ നിന്ന് തിരിച്ചുപോയി. ഞാൻ റൂമിൽ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ, റൂമിന്റെ വാതിൽ തുറന്നു കിടക്കായിരുന്നില്ലേ, നീ എന്തുകൊണ്ടാ ഉള്ളിൽ വന്ന് നോക്കാതിരുന്നേ? അങ്ങനെ രണ്ടുപേരും തമ്മിൽ ഫൈറ്റ് ആവാണ്. അവസാന നീതി അല്ല, നിന്നെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാൻ എന്തിനെ ബോധിപ്പിക്കുന്നേ? നമ്മൾ തമ്മിൽ ഇനി ശരിയാവാൻ തോന്നില്ല. അങ്ങനെ അവൾ അവളുടെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് ആ ഒരു വീട്ടിൽ നിന്ന് തിരിച്ചു പോവാണ്. അടുത്ത സീനില് നമ്മുടെ യശും കേതിയിലെ അവര് കേരളത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ രണ്ടാളുകളുടെ മുഖത്തും വല്ലാതെ സങ്കടമുണ്ട്. അല്ല, ഇവര് രണ്ടുപേരും വൈഫ് ഹസ്ബൻഡും അല്ലേ, ആ ഒരു കുഞ്ഞിനെ ഇവർക്ക് വളർത്തിയാ പോരെന്ന് നമുക്ക് മനസ്സ് തോന്നില്ലേ? എന്നാൽ അവരുടെ ഇടയിൽ എന്തൊക്കെയോ മറ്റ് പ്രശ്നങ്ങളുണ്ട്. ആ ഒരു കാരണം കൊണ്ടായിരിക്കാം ചിലപ്പോൾ ആ ഒരു കുഞ്ഞിനെ ഒഴിവാക്കണമെന്ന് തന്നെ അവർ തീരുമാനിച്ചിട്ടുണ്ടാവുക. അടുത്ത സീനില് നമ്മുടെ നേത്രയിലെ അവളുടെ സ്വപ്നം നേടിയിട്ടുണ്ട്. അങ്ങനെ ബാംഗ്ലൂരിലെ ഒരു നല്ല പൊസിഷനിൽ അവൾക്ക് ജോലി സ്ഥിരമാണ്. അപ്പോൾ ആ ഒരു സന്തോഷ വാർത്ത കുമാറിനെ വിളിച്ചു പറയാൻ നോക്കുമ്പോൾ ഫോൺ കണക്ട് ആവുന്നില്ല. അപ്പോൾ വോയിസ് മെസ്സേജിലൂടെ കുമാറിനോട് ഒരു കോഫി ഷോപ്പിലേക്ക് വരാൻ പറയുന്നുണ്ട്. അവിടെ വെച്ച് സർപ്രൈസ് റിവീൽ ചെയ്യാലോ. മറ്റൊരു ഭാഗത്ത് നമ്മുടെ കലയുടെ കല്യാണ ചടങ്ങൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പെട്ടെന്ന് നോക്കുമ്പോൾ അവിടെ എവിടെയും കലയെ കാണാനില്ല. അവളുടെ അമ്മയാണെങ്കിൽ അവളെ തേടി നടക്കുന്നുണ്ട്. എന്നാൽ മറ്റൊരു ഭാഗത്ത് നേത്ര തനിക്ക് ജോലി കിട്ടിയ ആ ഒരു ഹാപ്പി ന്യൂസ് കുമാറിനോട് പറയാനിരിക്കുമ്പോൾ ആ ഒരു ഷോപ്പിൽ കുമാറിന്റെ അമ്മയാണ് അവളെ കാത്തിരിക്കുന്നത്. അപ്പോൾ കുമാറിനോട് പറയാന്ന് ഞാൻ കരുതിയേ, എന്നാല് അമ്മയോട് ഇനി പറഞ്ഞേക്കാം എന്ന് അവൾ ആ കാര്യം പറയുമ്പോൾ കുമാറിന്റെ അമ്മ പറയുന്നുണ്ട് മോളെ എന്റെ മകനെ നീ വിട്ടേക്ക്. അപ്പൊ അവള് ചോദിക്കുന്നുണ്ട് അല്ല അമ്മേ എന്താ പ്രശ്നം? എനിക്കൊരു മോളുള്ളതാ. എന്റെ മകൻ കല്യാണം കഴിഞ്ഞ ഒരു പെണ്ണിന്റെ പിന്നാലെയാണെന്നും അവളെയാണ് കല്യാണം ചെയ്തെന്നൊക്കെ അറിഞ്ഞാല് എന്റെ മകളുടെ ജീവിതത്തിന് ചിലപ്പോൾ അത് വലിയ പ്രശ്നമാവും. അതുകൊണ്ട് ദയവ് ചെയ്ത് എന്റെ മകനെ ഒഴിവാക്കിയേക്ക്. എന്നാലും നേത്ര എനിക്ക് അദ്ദേഹത്തോട് നേരിട്ടൊന്ന് സംസാരിക്കാൻ പറ്റോ? നോക്കുമ്പോൾ കുമാർ ലൈവില് അവര് പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അടുത്ത സീനില് നമ്മുടെ കലയെ കാണാതായിരുന്നില്ലേ, അവളെ തേടിയിട്ട് അമ്മ പോയി നോക്കുമ്പോൾ അവളൊരു അമ്പലത്തിന്റെ അരികിൽ ഇരിക്കുന്നുണ്ട്. അതായത് അവൾക്ക് പെട്ടെന്ന് പീരീഡ് സ്റ്റാർട്ട് ആയതാണ്. അപ്പൊ അമ്മ ചോദിക്കുന്നുണ്ട് അല്ല നീ നേരത്തെ അതിന് പ്രിപ്പയർ ആയിരുന്നില്ലേ? അപ്പോൾ കലയും ഞാൻ ശ്രദ്ധിച്ചില്ലമ്മേ. അപ്പൊ അവര് പറയുന്നുണ്ട് നീ തൽക്കാലം ആരോടൊന്നും പറയണ്ട, അങ്ങനെ ഒരു ക്ലോത്ത് കൊടുത്തിട്ട് നീ പോയിട്ട് റെഡി ആയിട്ട് വന്ന് പറയാണ്. അങ്ങനെ അവള് വാഷ്റൂമിലൊക്കെ പോയിട്ട് റെഡി ആയിട്ട് തിരിച്ചു വരികയാണ്. അങ്ങനെ നേരെ മണ്ഡപത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. അടുത്ത സീനില് നമ്മുടെ നേത്ര മനസ്സ് തകർന്ന് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് കല്യാണം കഴിച്ച ഹസ്ബൻഡും ചതിച്ചു, അതുപോലെ പ്രണയിച്ച കുമാറും ചതിച്ചില്ലേ. അടുത്ത സീനില് നമ്മുടെ കലയുടെ കല്യാണം കഴിയാണ്. മറ്റൊരു ഭാഗത്ത് നമ്മുടെ നിധിയാണെങ്കിൽ ഡിപ്രഷൻ പിടിച്ചിട്ട് റോഡിലൂടെ ഭ്രാന്തി പിടിച്ച പോലെ നടക്കുന്നുണ്ട്. മറ്റൊരു ഭാഗത്ത് ഗീതയുടെ അബോഷന്റെ പ്രിപ്പറേഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവൾക്കൊരു സപ്പോർട്ടിനായിട്ട് യശ് പുറത്തുണ്ട്. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് ഇപ്പോ നമ്മൾ കണ്ട ഓരോ സംഭവമില്ലേ ഇതൊക്കെ ഒരു ബുക്കായിട്ട് പബ്ലിഷ് ചെയ്യാണ്
ആ ഒരു ബുക്കിന്റെ പേരാണ് കണ്ണകി. ആ ഒരു ബുക്ക് ആരാണ് എഴുതിയെന്ന് വെച്ചാല് അത് വേറെ ആരുമല്ല, നമ്മുടെ ഗീത തന്നെയാണ്. അപ്പോൾ പലരും ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങളുടെ കഥയൊക്കെ എന്താ പകുതിക്ക് നിർത്തിയിട്ടുള്ളത്? അപ്പോൾ ഗീത പറയുന്നുണ്ട്, ഈ ലോകത്ത് ആരുടെയും ജീവിതം ഒരിക്കലും കംപ്ലീറ്റ് ആവില്ല. പിന്നെ ഞാൻ എഴുതിയ ഈ ഒരു കഥയിലെ അത് യഥാർത്ഥത്തിൽ സംഭവിച്ചുള്ള കഥയാണ്. ആ ഒരു കഥാപാത്രമായിട്ട് നമ്മൾ കൂടുതൽ എൻഗേജ് ആയില്ലേ, അതിന്റെ ക്ലൈമാക്സ് ഞാൻ എഴുതിയതാണ്. എന്നാൽ ആ ഒരു പേജ് ഞാൻ പിന്നീട് പറിച്ചു കളയിരുന്നു. അപ്പോൾ ഒരു പെൺകുട്ടി നമ്മുടെ ഗീതയുടെ കൂടെ ഒരു സെൽഫി എടുത്ത് പറയുന്നുണ്ട്, ഈ ഒരു കഥയ്ക്ക് നിങ്ങൾ ക്ലൈമാക്സ് എഴുതിയെന്ന് പറഞ്ഞിരുന്നില്ലേ, അതൊരു പോസിറ്റീവ് എൻഡ് ആയിരുന്നെങ്കിൽ എല്ലാ റീഡേഴ്സും വളരെ ഹാപ്പി ആവുമായിരുന്നു. അങ്ങനെ ആ ഒരു പെൺകുട്ടി അവിടെ നിന്ന് പോവാണ്. അപ്പോഴാണ് വേറെ ലെവൽ ട്വിസ്റ്റ്. അതായത് ഇതുവരെ നമ്മൾ കണ്ട കല, അതുപോലെ നീത്ര, അതുപോലെ നദി, ഇവരൊക്കെ നമ്മുടെ ഗീത തന്നെയാണ്. അതായത് ഗീതയുടെ ലൈഫിലെ പലപ്പോഴായിട്ട് സംഭവിച്ച കാര്യങ്ങളാണ് അവൾ കഥയായിട്ട് എഴുതിയത്. ആദ്യം ഗീതയുടെ കല്യാണം കഴിയാണ്. എന്നാൽ കുറച്ചു നാളിന് ശേഷം അവൻ ഗീതയുടെ പേരിൽ കംപ്ലൈന്റ് പറഞ്ഞിട്ട് അവളിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങാണ്. ഡിവോഴ്സിന് അവളെ ഹെൽപ്പ് ചെയ്ത വക്കീലുമായിട്ട് അവൾ പ്രണയത്തിലാവാണ്. അയാളാണെങ്കിൽ ഗീതയെ കല്യാണം കഴിക്കാന്ന് പറയുന്നുണ്ട്. എന്നാൽ കാര്യത്തോടടുത്തപ്പോൾ അവസാനം അവനും ചതിച്ചിട്ട് പോവാണ്. അങ്ങനെയാണ് കല്യാണത്തോട് തന്നെ അവൾക്ക് ദേഷ്യം വരുന്നത്. അതിനുശേഷം അവള് അഭി എന്ന ഒരാളുമായിട്ട് ലിവിംഗ് റിലേഷനിൽ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോവാണ്. എന്നാൽ അവസാനം വീണ്ടും അവൻ കല്യാണത്തിനെ കുറിച്ച് പറയുമ്പോൾ അവൾക്ക് തീരെ താല്പര്യമില്ലാത്തതുകൊണ്ട് അവന്റെ ജീവിതത്തിൽ നിന്ന് അവൾ ഇറങ്ങിപ്പോന്നതാണ്. എന്നാൽ ആ ഒരു സമയത്ത് തന്നെ അവള് അഭിയുടെ കുഞ്ഞിനെ വയറ്റിൽ ചുമക്കുന്നുണ്ടായിരുന്നു. ഇതുവരെ നമ്മൾ കരുതിയിരുന്നത് ഗീതയുടെ കുഞ്ഞിന്റെ കാരണം അത് യശ് ആണെന്നല്ലേ. എന്നാൽ യശ് ശരിക്കും ആരാന്ന് വെച്ചാല് കലയെ ആദ്യം പെണ്ണ് കാണാൻ വന്നിരുന്നില്ലേ. അതായത് നിങ്ങൾ എങ്ങനെയാണെങ്കിലും എനിക്ക് ഒരു കുഴപ്പമില്ല, ഞാൻ നിങ്ങളെ കല്യാണം കഴിച്ച് പൊന്നു പോലെ നോക്കിക്കോളാന്ന് പറഞ്ഞിരുന്നില്ലേ. അങ്ങനെ നടു റോട്ടില് ഒറ്റയ്ക്ക് കല നിന്നപ്പോഴാണ് നമ്മുടെ യശിനെ വിളിച്ചതും കാര്യങ്ങൾ പറഞ്ഞതും അവളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അവളുടെ കൂടെ തന്നെ അവൻ സപ്പോർട്ട് ചെയ്ത് നിന്നതും. എന്നാൽ നമ്മുടെ യശിന്റെ ഉള്ളില് വല്ലാതൊരു വിങ്ങലുണ്ട്. അവൻ നേരെ ഗീതയുടെ അടുത്ത് പോയിട്ട്, നിങ്ങൾ ഏത് അവസ്ഥയിലാണെങ്കിലും ഞാൻ നിങ്ങളെ സ്വീകരിച്ചോളാം. അങ്ങനെ പ്രസന്റില് തന്റെ ലൈഫിലെ ഓരോരോ സിറ്റുവേഷൻ പല കഥാപാത്രത്തിന്റെ പേരിൽ അവള് ബുക്കായിട്ട് എഴുതിയിട്ട് പബ്ലിഷ് ചെയ്തതാണ്. അങ്ങനെ കഥയുടെ അവസാനത്തില് നമ്മുടെ ഗീതയെ ആരോ വിളിച്ചിട്ട് ഡയറക്ടർ വന്നെന്ന് ചോദിക്കുന്നുണ്ട്. ഇതിൽ നിന്ന് തന്നെ നമുക്കൊരു കാര്യം ഉറപ്പായിട്ടില്ലേ, അതായത് യശിന്റെയും ഗീതയുടെയും കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഗീതയെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടാവുക. ഇതോടുകൂടി ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ കഥ എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടാലേ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ കൂട്ടുകാരിലേക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ട്വിസ്റ്റ് മലയാളം എന്ന നമ്മുടെ ചാനൽ ഒന്ന് പരിചയപ്പെടുത്തുക. മറ്റൊരു അടിപൊളി കഥയിൽ നമുക്ക് നാളെ കണ്ടുമുട്ടാം. അതുവരേക്കും ടാറ്റ, ബൈ ബൈ.